ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 2-3 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാഡമിയുടെ ഡിഗ്രി ലെവൽ റെക്കോർഡ് കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് നിരവധി എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, SBCID, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജയിലർ, അസിസ്റ്റന്റ് ഇൻ നാഷണൽ സേവിംഗ്സ്, ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് ഈ ഒറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ 400-ലധികം മണിക്കൂറുകൾ അടങ്ങുന്നതാണ്, എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് എടുക്കുന്ന മണിക്കൂറുകൾ അടങ്ങുന്നതാണ് ഈ ഒരു ക്ലാസ് വരുന്നത്. മോഡൽ എക്സാമോ അതേപോലെ ടോപ്പിക് വൈസ് എക്സാംസ്, റിവിഷൻ എക്സാംസ്, ന്യൂ SCRT, ഓൾഡ് SCRT ക്ലാസ്സുകൾ ഇതിൽ ലഭ്യമാണ്. അതേപോലെ ഈ ക്ലാസ്സുകളുടെ എല്ലാം കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 4999 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2499 രൂപയ്ക്ക് ക്ലാസ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ക്ലാസ് പർച്ചേസ് ചെയ്യുക. അതേപോലെ 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി മറ്റൊരു റെക്കോർഡ് കോഴ്സ് ടാലന്റ് അക്കാഡമി പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് LDC, BIPCO LDC, ഇനി വരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതേപോലെ മറ്റ് 10th ലെവൽ എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. 200 മണിക്കൂറുകളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുന്നത്. 200-ലധികം മണിക്കൂറുകളുണ്ട്. ഇനി ഫുൾ ലെങ്ത് മോഡൽ എക്സാമും ടോപ്പിക് വൈസ് എക്സാമും റിവിഷൻ എക്സാമും ഓൾഡ് SCRTയും ന്യൂ SCRTയും എല്ലാം ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇതിന്റെ എല്ലാം കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അവയുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഇതിൽ ലഭിക്കുന്നതാണ്. കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 2999 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ടാലന്റ് അക്കാഡമിയുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 2 പ്രത്യേകതയാണ്. ഫെബ്രുവരി 2 നമ്മൾ എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്താണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പോൾ PSC നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ഡേ ആണ്. എന്താണ് ലോക തണ്ണീർത്തട ദിനം എന്നാണെന്ന് ഓർത്തു വെക്കുക. ഫെബ്രുവരി 2. ഇനി 2026 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് പ്രത്യേകം നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളതാണ് 2026 എന്താണ് നമ്മുടെ വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വരുന്നത്. എല്ലാ വർഷവും ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക. ഫെബ്രുവരി 2. അപ്പോൾ ഈ ഒരു ദിനത്തിനോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം എന്താണ് റാംസർ സൈറ്റുകളൊക്കെ പ്രഖ്യാപിക്കുന്നതാണ്. അത് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക ഫെബ്രുവരി 2 എന്താണ് ലോക തണ്ണീർത്തട ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. 2026 ഈ ഒരു ദിനത്തിന്റെ പ്രമേയം ഓർത്തു വെക്കുക. വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളതാണ് 2026 ഈ ഒരു ദിനത്തിന്റെ പ്രമേയം. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കാം സുനേത്ര പവാർ ആണ്. ആരാണ്? സുനേത്ര പവാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയാവുന്ന ആദ്യ വനിത കൂടിയാണ്. ആരാണ്? സുനേത്ര പവാർ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി സുനേത്ര പവാർ ആരാണെന്നുള്ള കാര്യം നമുക്കൊന്ന് ഓർത്തു വെക്കാം. ഈ മഹാരാഷ്ട്രയുടെ നിലവിലെ അതായത് ഈ ഇതിനു മുമ്പ് ഉപമുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ്? നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അജിത് പവാർ ആണ്. ആരാണ്? അജിത് പവാർ ആണ്. അപ്പോൾ അദ്ദേഹം അടുത്തിടെ ഒരു വിമാന അപകടത്തിൽ അന്തരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു വിയോഗത്തെ തുടർന്നാണ് സുനേത്ര പവാർ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക മഹാരാഷ്ട്രയുടെയാണ് ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്നത് ആരാണ്? സുനേത്ര പവാർ ആണ്. അപ്പോൾ അന്തരിച്ച അജിത് പവാറിന്റെ ഭാര്യ കൂടിയാണ് ആരാണ്? സുനേത്ര പവാർ. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. കേരള സർക്കാർ അടുത്തിടെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക കടലാക്രമണമാണ്. എന്താണ്? കടലാക്രമണമാണ്. എന്താണ് നമ്മുടെ കേരള സർക്കാർ അതെന്താണ് സംസ്ഥാന സവിശേഷ ദുരന്തമായിട്ട് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് ഓർത്തു വെക്കാം. അതായത് സാധാരണ ഈ മഴയുള്ള സമയത്തെ വെള്ളപ്പൊക്കവും മറ്റും നമ്മുടെ ഈ ഒരു ദുരന്തമാണ്, സംസ്ഥാന ദുരന്തമായിട്ട് സവിശേഷ ദുരന്തമായിട്ട് കണക്കാക്കിയിട്ടുള്ളവയാണ്. അതിലൂടെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ദുരന്ത ധനസഹായം അവർക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു മഴയൊന്നും ഇല്ലാത്ത സമയത്ത് വേലിയേറ്റങ്ങൾ മൂലം ഈ ഒരു കടൽ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതേപോലെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുമൂലം ജനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ഈ ഒരു അപകടങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾക്ക് ഈ ഒരു ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു ധനസഹായം ലഭിക്കുന്നില്ല. അത് നൽകാനായിട്ടുള്ള ഒരു സാങ്കേതിക തടസ്സം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തടസ്സം നീക്കുന്നതിന് വേണ്ടിയിട്ടാണ്
കേരളം ഇപ്പോൾ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ഈ ഒരു പ്രകൃതി ദുരന്തത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതി പ്രതിഭാസത്തെ എന്താണ് കടലാക്രമണത്തെ ആ ഒരു ഡിസാസ്റ്റർ ആയിട്ട് പരിഗണിച്ചിരിക്കുന്നത്. പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക എന്നാണ് കേരള സർക്കാരാണ് നമ്മുടെ സംസ്ഥാനത്തിലെ ഒരു സവിശേഷ ദുരന്തമായിട്ട് തന്നെ ഈ ഒരു കടലാക്രമണത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വേലിയേറ്റങ്ങൾ മൂലമുണ്ടാകുന്ന കടൽ പ്രക്ഷോഭങ്ങളും കടലാക്രമണങ്ങളും എന്താണ് ഇനി മുതൽ ഈ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ സംസ്ഥാന സവിശേഷ ദുരന്തമായിട്ട് കണക്കാക്കുന്നതാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. കേരളത്തിൽ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾ സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക കൊച്ചി അതേപോലെ തിരുവനന്തപുരം എന്താണ് കൊച്ചിയിലും അതേപോലെ തിരുവനന്തപുരത്തുമാണ് ഇത്തരത്തിൽ സെന്ററുകൾ വരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾ സ്ഥാപിതമാവുന്നത്. അപ്പോൾ ഇതിനുള്ള തീരുമാനം എടുത്തത് 2026 ദാവോസിൽ നടന്നിട്ടുള്ള വേൾഡ് എക്കണോമിക് ഫോറം മീറ്റിംഗിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ എന്താണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ എന്താണ് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾ സ്ഥാപിതമാവുന്നത് എവിടെയൊക്കെയാണ് കൊച്ചിയിലും അതേപോലെ തിരുവനന്തപുരത്തുമാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു വേദിയാണ്. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയെന്നാണ് കൊച്ചിയാണ് വേദിയായി വരുന്നത് എന്നാണ്. കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത്. എത്രാമതാണെന്ന് ഓർത്തു വെക്കുക 38ാമതാണ്. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ആണ്. എവിടെയാണ് വേദി? കൊച്ചിയാണ് വേദിയാവുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 2026 ജനുവരിയിൽ വന്നിട്ടുള്ള പുതിയ റാംസർ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓർത്ത് വെക്കുക പട്ന പക്ഷി സങ്കേതം അതേപോലെ ചരീദണ്ഡ് എന്താണ് പട്ന പക്ഷി സങ്കേതം അതേപോലെ ചരീദണ്ഡ് രണ്ട് പ്രദേശങ്ങളാണ് ഇന്ത്യയിൽ നിന്നും എന്താണ് റാംസർ സൈറ്റുകളിൽ 2026 ജനുവരിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പട്ന പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്ത് വെക്കുക ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണെന്നാണ് പട്ന പക്ഷി സങ്കേതം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ സ്ഥിതി കൊള്ളുന്നത്. ഇനി എന്താണ് ചരീദണ്ഡ് ചരീദണ്ഡ് എവിടെയാണ്? ഗുജറാത്തിലാണ്. എവിടെയാണെന്ന് ഓർത്ത് വെക്കുക ഗുജറാത്തിലാണ് എന്താണ് ചരീദണ്ഡ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളാണ് 2026 ജനുവരിയിൽ റാംസർ സൈറ്റിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതോടെ ഇന്ത്യയിൽ നിന്നും എത്ര റാംസർ സൈറ്റുകളാണ് വന്നിരിക്കുന്നത്? 98 ആണ്. എത്രയാണെന്ന് ഓർത്ത് വെക്കുക 98 റാംസർ സൈറ്റുകളാണ് ഇന്ത്യയിൽ നിന്നും ആകെ ഇപ്പോൾ റാംസർ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാട് തന്നെയാണ്. എന്താണ് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം. അപ്പോൾ ഓർത്തു വെക്കുക 2026 ജനുവരിയിൽ റാംസർ സൈറ്റിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പട്ന പക്ഷി സങ്കേതവും അതേപോലെ ചരീദണ്ഡുമാണ്. ഇനി ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സംസ്ഥാനത്തെ നഗര ഗ്രാമ വികസന വിടവ് നികത്തുന്നതിനായി മുഖ്യമന്ത്രി ഗ്രാമോധൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക ഗുജറാത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്ത് വെക്കുക അവിടെയുള്ള നഗര ഗ്രാമ വികസന വിടവ്, അതായത് നഗരത്തിലെ പോലെ തന്നെയുള്ള വികസനം എവിടെയും ഉണ്ടാകണം, ഗ്രാമത്തിലും ഉണ്ടാകണം എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണിത്. പദ്ധതിയുടെ പേര് ഓർത്ത് വെക്കുക മുഖ്യമന്ത്രി ഗ്രാമോധൻ യോജന എന്നുള്ളതാണ് പദ്ധതിയുടെ പേര്. ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചിരിക്കുന്നത്? ഗുജറാത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി ഈ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം. ഓർത്ത് വെക്കുക ഭൂപേന്ദ്ര പട്ടേലാണ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. രാജ്യത്തെ ആദ്യത്തെ LNG ഡീസൽ ഇരട്ട ഇന്ധന ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയെന്നാണ്. ഓർത്ത് വെക്കാം അഹമ്മദാബാദിലാണ്. എവിടെയാണ്? അഹമ്മദാബാദിലാണ് ഇത്തരത്തിലൊരു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? ഇത് ഒരു ഇരട്ട ഇന്ധന, അതായത് ഡബിൾ ഫ്യൂവൽ ആയിട്ട് വരുന്ന ഒരു ഡെമോ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോട്ട് ചെയ്യാം. നമുക്കറിയാം ഡീസൽ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ്. അപ്പോൾ ഡീസലിന് പകരമായിട്ട് ഇവിടെ എന്തും കൂടി ഉണ്ട്? LNGയും കൂടി വരികയാണ്. അതായത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും കൂടി ഇന്ധനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ട്രെയിൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഡീസലും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡീസലിന് പകരമായിട്ട് ഒരു 40% ഡീസലിന് പകരമായിട്ട് LNGയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ട്രെയിനാണ്. എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഓർത്തു വെക്കുക അഹമ്മദാബാദിലാണ്. ഇനി ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ധുരന്തർ എന്നുള്ള സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. 2025 ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം 950 കോടി രൂപ നേടിയ ഇന്ത്യയിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രം ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക ധുരന്തർ എന്നുള്ള ചിത്രമാണ് ഈ ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നത്. 2025 ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരമാണ് 950 കോടി രൂപ നേടിയിട്ടാണെന്നാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രമായിട്ട്
മാറിയിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തതാരാണ്? ആദിത്യ ധറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2025 റിപ്പോർട്ടുകൾ പ്രകാരമാണ് എന്താണ് 950 കോടി രൂപ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എന്താണ് OTT-യിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് ആ സിനിമയെന്ന് ഓർത്തു വെക്കുക, ദുരന്തർ എന്നുള്ള സിനിമയാണ് സംവിധാനം ചെയ്തത് ആദിത്യ ധറാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. PSC ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന കാറ്റഗറി പുരുഷ സിംഗിൾസ് ആണ്. അപ്പോൾ എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 പുരുഷ സിംഗിൾസ് നേടിയിരിക്കുന്നത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണെന്ന് നമുക്കറിയാം, സ്പെയിൻ ആണ് അല്ലേ? സ്പെയിൻ ആണ് അദ്ദേഹത്തിന്റെ രാജ്യം വരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് 2026 എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് നേടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആരെയാണ് പരാജയപ്പെടുത്തിയത്? അതായത് പുരുഷ സിംഗിൾസിൽ റണ്ണറപ്പ് ആയിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക, നൊവാക് ജോക്കോവിച്ച് ആണെന്നാണ് റണ്ണറപ്പ് ആയിരിക്കുന്നത്. കാർലോസ് അൽക്കാരസിന്റെ ആദ്യത്തെ എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ ആദ്യമായിട്ടാണ് അദ്ദേഹം എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ നേടുന്നത്. അപ്പോൾ ഇതോടുകൂടി അദ്ദേഹം എന്താണ് കരിയർ സ്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്താണ് ഒരു കരിയർ സ്ലാം നേടിയിരിക്കുകയാണ്. എന്താണ് ആരാണെന്ന് ഓർത്തു വെക്കുക, കാർലോസ് അൽക്കാരസ്. അപ്പോൾ കരിയർ സ്ലാം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 4 ഓപ്പണുകളാണുള്ളത്. ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഉണ്ട്, US ഉണ്ട്, അതേപോലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്. അപ്പോൾ ഈ 4 എണ്ണത്തിലും എന്താണ് ഈ ഒരു മത്സരങ്ങളിൽ വിജയിക്കുന്നവരെയാണ് 4 ഓപ്പണും കൂടി കംപ്ലീറ്റ് ആക്കുമ്പോഴാണ് എന്താണ് ഒരു കരിയർ സ്ലാം ആകുന്നത്. അത്തരത്തിൽ എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പണും കൂടി നേടിയപ്പോൾ അദ്ദേഹം എന്താണ് കരിയർ സ്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ബാക്കി 3 ഓപ്പണുകളിലും അദ്ദേഹം എന്താണ് നേരത്തെ ജേതാവായിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക, പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് വനിതാ സിംഗിൾസ് ആണ്. അപ്പോൾ വനിതാ സിംഗിൾസ് നേടിയിരിക്കുന്ന ആരാണെന്ന് ഓർത്തു വെക്കുക, എലീന റിബാക്കിനെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇനി ആരെയാണ് പരാജയപ്പെടുത്തിയത്? അതായത് വനിതാ സിംഗിൾസിൽ ആരാണ് റണ്ണറപ്പ് ആയത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അരീന സബലങ്കിയാണ്. ആരാണ്? അരീന സബലങ്കിയാണെന്നാണ് റണ്ണറപ്പ് ആയിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് പുരുഷ ഡബിൾസ് ആണ്. അപ്പോൾ പുരുഷ ഡബിൾസ് നേടിയിരിക്കുന്നത് ആരൊക്കെയാണ്? ക്രിസ്റ്റൈൻ ഹാരിസണും അതേപോലെ നിയൽസ് കുപ്സ്കിയുമാണ് എന്താണ് പുരുഷ ഡബിൾസ് നേടിയിരിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് വനിതാ ഡബിൾസ് ആണ്. അപ്പോൾ വനിതാ ഡബിൾസ് നേടിയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക, എലീസ് മെർട്ടൻസും അതേപോലെ തന്നെ എന്താണ് ഷാങ് സുയിയുമാണ് വനിതാ ഡബിൾസ് നേടിയിരിക്കുന്നത്. ഇനി മിക്സഡ് ഡബിൾസ് ജേതാക്കളായിരിക്കുന്നത് ആരൊക്കെയാണ്? ഒലിവിയ ഗാഡക്കിയും അതേപോലെ എന്താണ് ജോൺ പേഴ്സുമാണ് മിക്സഡ് ഡബിൾസ് നേടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ പുരുഷ സിംഗിൾസ് പറഞ്ഞു, വനിതാ സിംഗിൾസ് പറഞ്ഞു, അതേപോലെ മറ്റ് 3 കാറ്റഗറികൾ നമ്മൾ ചർച്ച ചെയ്തു. ഇവയെല്ലാം ഈ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ ഓപ്പണുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. ഇനി വരുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലൻ അക്കാദമിയുടെ റെക്കോർഡർ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കോഴ്സ് ഇതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു സ്പെഷ്യൽ കോഴ്സിൽ നിങ്ങൾക്ക് 200-ലധികം മണിക്കൂറുകളാണ് ലഭ്യമാവുന്നത്. ഫുൾ സിലബസ് കവറേജ് ആയിട്ടാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. മോഡൽ എക്സാമും ടോപ്പിക് വൈസ് എക്സാമും റിവിഷൻ എക്സാമും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. SCERT, ന്യൂ SCERT വരുന്നുണ്ട്, ഓൾഡ് SCERT വരുന്നുണ്ട്. മുൻവർഷ ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് 999 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. ഈ ഒരു ഓഫർ പ്രൈസ് കുറച്ച് നാളുകൾക്ക് മാത്രമാണ് ലഭ്യമാകുന്നത്. ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു, മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായിട്ട് വന്നത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, സുനേത്ര പവാർ ആണ്. അപ്പോൾ അന്തരിച്ച അജിത് പവാറിന്റെ ഭാര്യയാണ് സുനേത്ര പവാർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു, കേരള സർക്കാർ അടുത്തിടെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസം ഏതാണ്? കടലാക്രമണമാണ്. അപ്പോൾ ഈ ഒരു വേലിയേറ്റം മൂലം ഉണ്ടാകുന്ന കടൽ പ്രക്ഷോഭങ്ങളും എല്ലാം ഇനി ഒരു സംസ്ഥാന സവിശേഷ ദുരന്തമായിട്ട് തന്നെ കണക്കാക്കുന്നതായിരിക്കും. പിന്നീട് നമ്മൾ നോക്കിയത് കേരളത്തിൽ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾ സ്ഥാപിതമാവുന്നത് എവിടെയൊക്കെയെന്നാണ്. കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് ഇത്തരത്തിൽ സെന്ററുകൾ സ്ഥാപിതമാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വേദിയാണ് നമ്മൾ നോക്കിയത്, 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? കൊച്ചിയാണ് വേദിയാവുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് പുതിയ റാംസർ സൈറ്റുകളാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് 2026 ജനുവരിയിൽ റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പട്ന പക്ഷി സങ്കേതം എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിൽ നിന്നാണ്. അതേപോലെ ഛരീദഡ് എവിടെ നിന്നാണ്? ഗുജറാത്തിൽ നിന്നാണ്. അപ്പോൾ ഈ 2 പ്രദേശങ്ങളാണ് 2026 ജനുവരിയിൽ റാംസർ സൈറ്റിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സംസ്ഥാനത്തെ നഗര ഗ്രാമ വികസന വിടവ് നികത്തുന്നതിനായിട്ട് മുഖ്യമന്ത്രി ഗ്രാമോത്തൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്? ഗുജറാത്താണ് ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് രാജ്യത്തെ ആദ്യത്തെ LNG ഡീസൽ ഇരട്ട ഇന്ധന ഡെമോ ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത്
എവിടെയെന്നാണ്? അഹമ്മദാബാദിലാണ്. അപ്പോൾ ഡീസലിലും അതേപോലെ തന്നെ എന്താണ് LNGയിലും പ്രവർത്തിക്കുന്ന ഒരു ട്രെയിനാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് 2025 ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം 980 കോടി രൂപ നേടി ഇന്ത്യയിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രം ഏതെന്നാണ്? ദുരന്തർ എന്നുള്ള ചിത്രമാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ആദിത്യ ധറാണ്. അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആയിരുന്നു. പുരുഷ സിംഗിൾസ് നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിനാണ് രാജ്യം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി വനിതാ സിംഗിൾസ് നേടിയത് എലേന റിബാക്കിനെയാണ്. രാജ്യം ഏതാണ്? കസാക്കിസ്ഥാനാണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2026 ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി എവിടെയെന്നായിരുന്നു? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി പൂനെ, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ബംഗളൂരു. അടുത്ത ചോദ്യം ഇതാണ്: സമർദ്ദ പഞ്ചായത്ത് പോർട്ടൽ വഴി പ്രോപ്പർട്ടി ടാക്സ് ശേഖരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതെന്നാണ്? ഓപ്ഷൻ എ ധംതാരി, ഓപ്ഷൻ ബി ഗാന്ധിനഗർ, ഓപ്ഷൻ സി നാഗ്പൂർ, ഓപ്ഷൻ ഡി വിജയനഗര. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: അടുത്തിടെ ഗിഗ് വർക്കേഴ്സ് വെൽഫെയർ ഡെവലപ്മെന്റ് ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം ഏതെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കർണാടകയാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു: അടുത്തിടെ റെവല്യൂഷണറി ഗാർഡിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചത് ഏത് സംഘടനയെന്നായിരുന്നു ചോദ്യം? ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, യൂറോപ്യൻ യൂണിയൻ ആണ് റെവല്യൂഷണറി ഗാർഡിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.